അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തോളുന്നുള്ള ഓപ്ഷനും കൂടി അമർത്തിയാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തി നമ്മളെ അറിയിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നല്ലൊരു മരുമകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെയാണോ അതോ ഉമ്മയെയാണോ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? നിങ്ങൾക്ക് ആദ്യ ശ്രദ്ധ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളെക്കാൾ കൂടുതൽ ഭർത്താവിന്റെ ഉമ്മയെ പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനക്കുറവ് തോന്നാറുണ്ടോ? അതോ സന്തോഷമാണോ തോന്നുന്നത്? നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ അമ്മായിയമ്മയെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഉമ്മയോടുള്ള സ്നേഹവും വാത്സല്യവും കൂട്ടാൻ നിങ്ങൾ പരിശ്രമിക്കാറുണ്ടോ അതോ കുറക്കാനാണോ നോക്കുന്നത്? നിങ്ങളുടെ ഭർത്താവിനെ അയാളുടെ ഉമ്മയിൽ നിന്ന് അകറ്റാൻ നിങ്ങൾ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് അയാളുടെ ഉമ്മയോടാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലയോ? അതുമായി ബന്ധപ്പെട്ട ഖുർആനിക വ്യാഖ്യാനവും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനവും നിങ്ങൾ ഓർക്കാറുണ്ടോ? നിങ്ങളുടെ ഭർത്താവിന് അയാളുടെ ഉമ്മയോടുള്ള സ്നേഹാദരവുകളെ കുറക്കുന്നതിലൂടെ നിങ്ങൾ അയാളെ നരകത്തിലേക്കാണ് തള്ളിയിടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കൽപ്പനകളെ നാം മറന്നുകൂടാ. നിങ്ങളുടെ ഭർത്താവിനെ അയാളുടെ മാതാവിൽ നിന്ന് വേർപ്പെടുത്തിയാൽ അതിലൂടെ നിങ്ങൾ അയാളെ നരകത്തിലേക്ക് നയിക്കുന്നതും കൂടെ നിങ്ങളും നരകത്തിലെത്താൻ ഒരു കാരണമായി മാറുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അവർ രണ്ടുപേരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ പ്രായമായി നിങ്ങളുടെ അടുക്കലുണ്ടെങ്കിൽ അവരെ അവഗണിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യരുത്. അവരോട് ആദരവോടെ സംസാരിക്കുക. ദയയോടെയും കാരുണ്യത്തോടെയും അവരോട് പെരുമാറുക. എന്റെ രക്ഷിതാവേ, എന്റെ ചെറുപ്പത്തിൽ എന്നെ ദയയോടെയും കാരുണ്യത്തോടെയും വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ ഉമ്മത്തിനെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്ന കാര്യമുണ്ട്. ഓ നബിയെ, തങ്ങൾ പറയുക, ഓ ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് കൽപ്പിച്ച നിബന്ധനകളെ ഞാൻ അറിയിച്ചു തരാം. അള്ളാഹുവിനോട് പങ്കാളിയെ ചേർക്കരുത്, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക എന്ന് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് പറയുകയാണ്. ഈ എല്ലായിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടുള്ള കടമയെ തന്നോടുള്ള കടമയോട് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. നാം അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കുന്നത് പോലെ മാതാപിതാക്കളോടും നന്ദിയുള്ളവരാകാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. മനുഷ്യനെ തന്റെ മാതാപിതാക്കളോടുള്ള കടമയെ അറിയുവാൻ നമ്മൾ കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ മാതാവ് ക്ഷീണത്തിനുമേലെ ക്ഷീണം സഹിച്ച് അവന് ഗർഭം ചുമന്നു. പിന്നീട് പ്രയാസപ്പെട്ട വേദനകൾ സഹിച്ച് അവന് പ്രസവിച്ചു. എന്നിട്ട് മുലകുടി മാറുമ്പോൾ 2 വർഷം പിന്നിട്ടു. അതുകൊണ്ട് എന്നോടും അവന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കുക. എന്നിലേക്കാണ് നിന്റെ മടക്കമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അവന്റെ കോപവും മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു സ്വഹാബി വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ മാതാപിതാക്കളെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ നിന്റെ സ്വർഗവും നരകവുമാണെന്ന് മറുപടി പറയുകയാണ്. പ്രായമുള്ള ഉപ്പയോ ഉമ്മയോ അവരിൽ ആരെങ്കിലും ഒരാളോ പ്രായമായി വീട്ടിലുണ്ടായിട്ടും സ്വർഗം നേടാൻ കഴിയാത്തവന് നാശമുണ്ടാവട്ടെ. അവൻ പരാജയപ്പെട്ടവനാണ്, അവൻ നിർഭാഗ്യവാനാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.
ഇതുപോലെ മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ചുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഓ സഹോദരി, ഇനിയൊന്ന് ആലോചിച്ചു നോക്ക്. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ കാരണം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാനോ സഹിക്കാനോ കഴിയുമോ? കഴിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് അവരുടെ മാതാവിനെ കുറിച്ച് ദേഷ്യവും അസമാധാനവും ഉണ്ടാക്കുന്ന രീതിയിലുള്ള യാതൊരു വാക്കോ പ്രവൃത്തിയോ നിങ്ങളുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവാതിരിക്കട്ടെ. പകരം അവരുടെ മാതാവിനോടുള്ള സ്നേഹവും വാത്സല്യവും കൂടുന്ന രീതിക്ക് നിങ്ങൾ പ്രവർത്തിക്കുക. കഴിഞ്ഞ കാലയളവിൽ നിങ്ങളുടെ ഭാഗത്തിൽ നിന്നും ഇത്തരം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. ഒന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ നിങ്ങളുടെ സ്വന്തം ഉമ്മയായി കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? നിങ്ങളവരെ ബഹുമാനിക്കുകയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടോ? എല്ലാ ജോലികളിലും നിങ്ങൾ അവരുമായി കൂടിയാലോചിച്ചിട്ടാണോ ചെയ്യുന്നത്? അതോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ ചെയ്യുന്നത്? നിങ്ങളുടെ അമ്മായിയുമ്മക്ക് നിങ്ങളോട് നല്ല അഭിപ്രായമാണോ ഉള്ളത്, അതോ മോശമായ അഭിപ്രായമാണോ? ഇതൊക്കെയൊന്ന് നന്നായി ആലോചിച്ചുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തി, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വിഷയം ഇന്ന് ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വിഷയത്തിൽ വീണ്ടും വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.